തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ 150 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം പുല്ലൂരാമ്പാറ പാരിഷ് ഹാളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ 150 കോടിയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും കൃഷി നശിച്ചവർക്കും നഷ്ടപരിഹാരം നൽകുന്നതിനായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രദേശം സന്ദർശിച്ച റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. പുല്ലൂരാമ്പാറ പാരിഷ് ഹാളിൽ നടന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാശനഷ്ടങ്ങളുടെ വ്യക്തമായ റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പ്രദേശത്തെ നഷ്ടം പൂർണ്ണമായി കണക്കാക്കിയതിനു ശേഷം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരിട്ട് കേൾക്കുകയുണ്ടായി. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൃഷിനാശമാണ് ഏറ്റവും കൂടുതൽ. ഇവിടുത്തെ കുടിയേറ്റ കർഷകർ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് അവരാണ്. കുടിയേറ്റ കർഷകർ എന്നുള്ളതിലെ കർഷകർ സുഹൃത്തുക്കൾക്കാണ് ഏറ്റവും അധികം നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 750 ഏക്കറോളം സ്ഥലം കൃഷി നഷ്ടപ്പെട്ട് ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് കണക്ക് ആക്കിയിട്ടുള്ളത്. ഏതാണ്ട് 10 കോടി രൂപയിലധികം കാർഷിക വിളകൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ വില കണക്കാക്കിയാൽ ഏതാണ്ട് 100-150 കോടി രൂപയ്ക്ക് ഉള്ളിൽ ഉള്ള നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പ്രാഥമികമായ ഒരു കണക്കെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ദുരന്തത്തിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 30 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. പ്രദേശത്തെ 400 കർഷകരുടെ കൃഷി നശിച്ചിട്ടുണ്ട്. 750 ഏക്കർ കൃഷിഭൂമി ഒലിച്ചു പോയിട്ടുണ്ട്. 8 കോടിയുടെ കൃഷിനാശവും 75 കോടിയുടെ ഭൂമിയുടെ നഷ്ടവും കണക്കാക്കുന്നതായി കൃഷി വകുപ്പിന്റെ പ്രാഥമിക സർവേ വ്യക്തമാക്കുന്നു. പുല്ലൂരാമ്പാറ ആനക്കാമ്പൽ റോഡിന്റെ 1 കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. ഇത് ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ 60 ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്തിന്റെ കണക്ക്. ഇതുകൂടാതെ നിരവധി പഞ്ചായത്ത് റോഡുകളും തകർന്നിട്ടുണ്ട്. 15 ലക്ഷത്തിന്റെ നഷ്ടമാണ് KSEB കണക്കാക്കുന്നത്. 4 ദിവസം കൊണ്ട് പ്രദേശത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ മന്ത്രി KSEB അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പുതിയ വീട് നിർമ്മിക്കും വരെ താമസിക്കാൻ പുല്ലൂരാമ്പാറയിലെ ഹൗസിംഗ് ബോർഡിന്റെ ഭൂമിയിൽ ക്യാമ്പ് ഷെഡുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി ധനകാര്യമന്ത്രി KM മാണിയുമായി സംസാരിച്ച് തീരുമാനമെടുക്കും. കോടഞ്ചേരി പഞ്ചായത്തിൽ 22 കുടുംബങ്ങളിൽ 86 പേർ മഞ്ഞുവയൽ വിമല UP സ്കൂളിലും പുല്ലൂരാമ്പാറയിൽ 38 കുടുംബങ്ങളിലെ 130 പേർ ആനക്കാമ്പുയിൽ പാരിഷ് ഹാളിലും പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ദുരന്തബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മരണപ്പെട്ടവരുടെ വീടുകളും മന്ത്രി സന്ദർശിച്ചു. MP മാരായ MA ഷാനവാസ്, MK രാഘവൻ, MLA മാരായ C മോയിൻകുട്ടി, തോമസ് ഉണ്ണിയാടൻ, റോഷി അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ KV മോഹൻകുമാർ, താമരശ്ശേരി ബിഷപ്പ് റമൻജിയോ സിഞ്ചനാനിയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VD ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഏലിയാമ്മ ജോർജ്, ആന്റണി നിർവേലിൽ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.